ഓ യെസ്, ബിഗ് ബോസ് 7 മലയാളം അപ്ഡേറ്റ് ആണ്. ബിഗ് ബോസ് ഹൗസിലെ കണ്ടൻറ് മേക്കറാണോ അനുമോൾ? യെസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ബിഗ് ബോസ് ഹൗസിൽ തന്നെ കുറച്ചെങ്കിലും ഒരു ഫെയിമായിട്ടുള്ള, കുറച്ചെങ്കിലും ആൾക്കാർ അറിയുന്ന ഒരു കണ്ടസ്റ്റായിരുന്നു അനുമോൾ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ അനുമോളുടെ ഗെയിം എങ്ങനെയായിരുന്നു എന്നായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത്. ശരിക്കും ബിഗ് ബോസ് ഹൗസിലെ ഓരോ വിഷയത്തിലും ഓരോ കണ്ടൻറ്റിലും അനുമോളിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ഡിസൈനായിട്ടുള്ള, കാരണം ഒരു മേക്കപ്പ് ഇഷ്യൂ ആണ് ആ വീട്ടിൽ ആദ്യം ഉണ്ടായത്. കാരണം ബിഗ് ബോസ് തന്നെ 2 തവണ ഡിസൈനിൻ്റെ വാണിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. ആ വിഷയത്തിലും ഏറ്റവും ഡിസൈനിനെതിരെ കളിച്ചത് അനുമോളായിരുന്നു. കാരണം ബാക്കി എല്ലാവരും ഡിസൈനിൻ്റെ സപ്പോർട്ടായിട്ടും ഇവിടെ നിന്നപ്പോൾ എതിരെ കളിച്ചത് അനുമോളായിരുന്നു. അവിടുത്തെ ഒരു കണ്ടൻറ്റ് മേക്കറായിരുന്നു അനുമോൾ. പിന്നെ പല പല വിഷയങ്ങളിലും അനുമോളിൻ്റെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ വൈൽഡ് കാർഡ് വന്നപ്പോഴും അനുമോളൊരു എഗെയിൻസ്റ്റായിരുന്നു കളിച്ചത്. പിന്നെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ പറഞ്ഞ വിഷയമായിരുന്നു പുതപ്പിൻ്റെ ഒരു വിഷയം. കാരണം പുതപ്പിൻ്റെ കാര്യത്തിലാണ് അനുമോളിനെ ശരിക്കും ലാലേട്ടൻ ഒരു എപ്പിസോഡ് ഏറ്റവും ഷോർട്ടായിട്ട് പറയുന്ന ഒരു എപ്പിസോഡ്. അതിലും അനുമോളായിരുന്നു ശരിക്കും ഒരു വിഷയം. അനുമോളായിരുന്നു ആ പുതപ്പിൻ്റെ സീനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും ബിഗ് ബോസ് ഹൗസിലൊരു കണ്ടൻറ്റ് ശരിക്കും അനുമോൾ തന്നെയായിരുന്നു, പല കാരണങ്ങൾ കൊണ്ട്. അനുമോളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അനുമോളുടെ ഫ്രണ്ട്ഷിപ്പാണ്. അതായത് നൂറയും ആദിലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. ഒരു സമയത്ത് പോലും ആദിലും നൂറയും കുറ്റപ്പെടുത്തുകയോ മറ്റുള്ളവരോട് കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരെ ഇട്ടുകൊടുക്കുകയോ ചെയ്തിട്ടില്ല. അതേ സ്ഥാനത്ത് ആദിലും നൂറയും എത്രയോ തവണ അനുമോളായിട്ട് പ്രശ്നമുള്ള സമയത്ത് മറ്റുള്ളവരോട് അനുമോളെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് അക്ബറിനോടും ഷാനവാസ് ഖാനോടൊക്കെ അനുമോളെ പറ്റി കുറ്റം പറഞ്ഞിരുന്നു. എന്തിനു പറഞ്ഞു, ആദിലും ഷാനവാസും പ്രശ്നമുള്ള സമയത്തും ആദില ഷാനവാസിനെ കുറ്റം പറയുകയും മെൽഷോവനിസ്റ്റ് എന്നൊക്കെ പദങ്ങൾ ഉപയോഗിക്കുകയും അത് 2 തവണ നോമിനേറ്റ് ചെയ്തായിരുന്നു. ഈ ആദിലും ഷാനവാസും പ്രശ്നമുള്ള സമയത്ത് ഷാനവാസ് അനുമോളോട് സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച്. എന്നിട്ട് പോലും ഷാനവാസിന് അതിനെ കുറ്റം പറയുന്നപ്പോഴും അനുമോൾ അതിനെ കുറ്റം പറയുകയോ അതിനെ എതിർത്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തിന് ലാലേട്ടൻ്റെ എപ്പിസോഡിന് പോലും ഒരിക്കൽ പോലും നൂറിനെ അതിനെ വിട്ടുകൊടുത്തിട്ടില്ല. അതേ സ്ഥാനത്ത് തിരിച്ച് നൂറയും ആദിലയും അനുമോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പുതപ്പിൻ്റെ വിഷയത്തിൽ ആദിലയാണ് പുതപ്പിട്ട് കൊടുക്കുന്നത്. ആ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ ഇവർ കഴിവ് പറഞ്ഞ് അനുമോളത്ത് മാത്രമേ തെറ്റുള്ളൂ എന്ന രീതിയിലാണ് സംസാരിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് കുറച്ചും കൂടി ക്വാളിറ്റി കൽപ്പിക്കുന്ന അനുമാനാണ്. പിന്നെ അവിടെയും ഇവിടെയും പോയി പരിദൂഷണം പറയുക അതൊന്നും ചെയ്തിട്ടില്ല. അതിനോടും നൂറയോട് സംസാരിച്ചിരുന്നു, അത് അവരോടുള്ള ഫ്രണ്ട്ഷിപ്പ് ബേസിക് സംസാരിച്ചിരുന്നു. പക്ഷേ മറ്റുള്ളവരോട് അവിടെ ഇവിടെ കുറ്റം പറയുക എന്ന് നടന്നിട്ടില്ല. പിന്നെ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും നെഗറ്റീവാണ് നമ്മളുടെ ഗെയിം അക്ബറിനെതിരെ ബസ് എന്നൊരു പ്രയോഗിച്ചത്. കാരണം അത് വളരെ മോശം ഗെയിം തന്നെയാണ്. കാരണം അങ്ങനത്തെ ഒരു പ്രയോഗം ഒരു വുമൻസ് കാർ ഒരിക്കലും ബിഗ് ബോസിൽ എടുക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവുമായി ഒരുപാട് കണ്ടൻറ്റ് ശരിക്കും ബിഗ് ബോസിൽ കൊണ്ടുവന്നത് അനുമോൾ തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് നിമിഷം പോലെ ഒരു കണ്ടൻറ്റ് അനീഷായിട്ടുള്ള പ്രണയം, അതും അനുമോൾ ബേസാണ്. അവിടെ ഒരു കണ്ടൻറ്റ് വന്നത് അനുമോൾ തന്നെയാണ്. ശരിക്കും BB 7 അറിയപ്പെടുന്നത് അനുമോളുടെ പേര് തന്നെയായിരിക്കും. അനുമോൾ മാത്രമല്ല അനീഷും ഷാനവാസും ഒക്കെ ഉണ്ട്, പക്ഷേ കൂടുതൽ അറിയപ്പെടാൻ അനുമോളുടെ പേര് തന്നെയായിരിക്കും. ശരിക്കും BB മെറ്റീരിയലിന് അനുമോൾ. കാരണം അനുമോൾ ആ രീതിയിലാണ് ഗെയിം കളിച്ചത്. ഓരോ കണ്ടൻറ്റ് കൊണ്ടുവന്നിട്ടും അനുമോൾക്കറിയാം ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അത് ചിലതൊക്കെ നെഗറ്റീവായി സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ബിഗ് ബോസ് ഹൗസിൽ വിന്നർ ആരായിരിക്കും അറിയില്ല. പക്ഷേ അനുമോളാകാനാണ് കൂടുതൽ ചാൻസ്. അനുമോളും അനീഷാണ് കൂടുതൽ നിൽക്കുന്നത്. അതിലാരായിരിക്കും എന്ന് നോക്കാം. ഏതായാലും അനുമോൾ BB ഹൗസിൻ്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ്. XM channel, please subscribe and like.